ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. മുമ്പ് ഞാൻ ബാറ്ററിയുടെയും ഇൻവെൻട്രിയുടെയും ഒക്കെ വീഡിയോ ഇട്ടപ്പം അവിടെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഫുൾ എങ്ങനെയാണ് ഒരു ഓർഡർ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കണം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് കുറച്ച് ബാറ്ററീസും LED-യും BMS-ഉം കൂടെ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കോട്സ് കമ്പോണൻറ്റിനകത്ത് കയറി cotscomponent.com-നകത്ത് കയറി അതിനകത്ത് ഞാൻ ലോഗിൻ ചെയ്യണം. നിങ്ങൾക്കിപ്പം ലോഗിൻ ഇല്ലെങ്കിൽ റൈറ്റ് സൈഡ് കണ്ട ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട്, അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിലും പാസ്വേഡും കൊടുത്ത് പുതിയൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി എൻ്റെ ലോഗിൻ ഉള്ളതുകൊണ്ട് ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്ത് അകത്തങ്ങ് കയറുകയാണ്. കാരണം ഓൾറെഡി ഞാൻ ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കയറുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്ത നമ്മുടെ ഓർഡർ ഡീറ്റെയിൽസുകളാണ് കാണുന്നത്. ഞാൻ ഇത്രയും സാധനങ്ങൾ ഈ കോട്സ് കോമ്പോണൻറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് പ്രോഡക്റ്റ്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. ഞാനിപ്പം ബാറ്ററി ആണ് എടുക്കുന്നതുകൊണ്ട് ഞാൻ ബാറ്ററീസിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്. ജസ്റ്റ് മിനിഞ്ഞാന്ന് ഒരാൾ ചോദിച്ചു, അയാളുടെ പവർ ബാങ്ക് കംപ്ലൈൻ്റ് ആയി, അപ്പോൾ അതിന് വേണ്ട ബാറ്ററിയും അതിൻ്റെ ബാറ്ററി ഞാൻ ഇതിനകത്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതിനകത്ത് ഒരുപാട് ടൈപ്പ് ബാറ്ററി ഉണ്ട്. ഇതിനകത്ത് കുറേ കണ്ടോ ബാറ്ററി കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ടേക്കണം. അതൊന്നും വാങ്ങിക്കരുത്, കാരണം അതെല്ലാം പ്രശ്നക്കാരനാണ്. വാങ്ങിച്ചു കഴിഞ്ഞാൽ വെറുതെ പൈസ കളയാമെന്നല്ലാതെ വേറെ ഉപയോഗമൊന്നുമില്ല. പിന്നെ ഒറിജിനൽ എന്ന് എഴുതിയിരിക്കണുണ്ട്, അതൊക്കെ നല്ല ബാറ്ററിയാണ് കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒക്കെ ബാറ്ററീസ് ഉണ്ടല്ലോ, 6000 mAh 5000 mAh വാങ്ങിക്കരുത്. കാരണം വെച്ചാൽ ഒരു 18650 ബാറ്ററിക്ക് മാക്സിമം ഉള്ളത് 3600 3500 mAh ഉള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് മാറും. അപ്പം ബാറ്ററി കോപ്പി എന്ന് എഴുതിയിരിക്കണം ഒരു ബാറ്ററിയും വാങ്ങിക്കരുത്, വെറുതെ പൈസ കളയാം. പിന്നെ ഒറിജിനൽ എന്ന് എഴുതിയിരിക്കുന്ന ബാറ്ററീസ് എല്ലാം കൊള്ളാം, നല്ലതാണ്. 2000 mAh ബാറ്ററിയും കൊള്ളാം, 2600 mAh ബാറ്ററിയും കൊള്ളാം, 2200 mAh ബാറ്ററിയും കൊള്ളാം. പക്ഷേ ഞാൻ ഇന്ന് വാങ്ങിക്കാൻ പോകുന്നത് 3C ടൈപ്പിലുള്ള ബാറ്ററിയാണ്. 2600 3C 3 ടൈംസ് ഡിസ്ചാർജിങ് കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ് ഞാൻ ഇന്ന് വാങ്ങിക്കാൻ പോകുന്നത്. നമ്മൾ അതിനെയാണ് ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ബാറ്ററി. ഞാൻ ഇത് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ് ഒരു ലിങ്കും ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബാറ്ററി ഇതിനകത്തോട്ട് കാർട്ടിലോട്ട് ആഡ് ആവും. അപ്പം നമ്മൾ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വ്യൂ കാർട്ട് എടുക്കുമ്പോൾ അതിനകത്ത് പറയും മിനിമം ഓർഡർ 300 ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. കാരണം അവരും മനുഷ്യരല്ലേ, ജീവിക്കണ്ടേ. 130 രൂപയ്ക്ക് ഞാൻ ഒരു ബാറ്ററി വാങ്ങിച്ചാൽ പിന്നെ അത് ഇത് കൊറിയറായിട്ട് അയക്കാൻ തന്നെ ഒരുപാട് പൈസയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ ഞാനിത് 15 എന്ന് പറഞ്ഞ് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തു. 15 ബാറ്ററിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ കണ്ട 10 ബാറ്ററി കൂടുതൽ വരുമ്പോൾ എനിക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് വരും. അപ്പോൾ 130 rupees എന്നുള്ളത് 119.60 rupees പെർ പീസിന് എനിക്കത് കിട്ടും. കാരണം ഇത് ഇനിയും 20 ആണെങ്കിൽ ഇതിലും വില കുറയും. ഇനി അടുത്തത് നമുക്ക് BMS ആണ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പം BMS ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ BMS എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള BMS എന്ന് വെച്ചാൽ 20C ആണ്. ഞാൻ 20 ആംപിയറിൻ്റെയാണ് BMS ആണ്. 3S അതായത് 3 സീരിയലായിട്ട് കണക്ട് ചെയ്യുന്ന ബാറ്ററി 20 ആംപിയറിൻ്റെ BMS ആണ് ഞാൻ നോക്കുന്നത്. ഇവിടെ സെക്കൻഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഒന്നിൽ കാണിക്കുന്നത് 40 ആംപിയറിൻ്റെ ആണ്. നമുക്ക് 20 ആംപിയറിൻ്റെ മതി. ഞാൻ അതാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു 3S BMS 20 ആംപിയറിൻ്റെ ഇതിനകത്തും ആഡ് ടു കാർട്ട്, അതിന് 137 രൂപയാണ് വില. അതിനെ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തു. ഇനി ഞാനൊരു മിനിമം നമ്മൾ BMS വാങ്ങിക്കുമ്പോൾ മിനിമം 2 വാങ്ങിക്കണം. അതെന്തിനാണ് 2 വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അടിച്ച് പോകാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. വോൾട്ടേജൊക്കെ കൂടിക്കഴിഞ്ഞാൽ അടിച്ചു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് പിന്നെ ഓർഡർ ചെയ്യണം. പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ മിനിമം 300 കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് തന്നെ 2 ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം അടിച്ചു പോയാൽ അടുത്തത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 2 ഓർഡർ ചെയ്യുന്നത്. എപ്പോഴും BMS ഞാൻ മിനിമം 2 വീതം ഞാൻ ഓർഡർ ചെയ്യും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കാണാം 2 ഓർഡർ ചെയ്യുമ്പോൾ 137 എന്നുള്ളത് അതിൻ്റെ ഡബിൾ ആവും. 10 ഞാൻ ഓർഡർ ചെയ്താൽ അവിടെ ഡിസ്കൗണ്ട് എനിക്ക് കിട്ടും. പക്ഷേ 10 BMS എനിക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ ബാറ്ററി കണ്ട ഞാനിത് 20 ബാറ്ററി ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്കിപ്പോൾ അതിൻ്റെ ഇത് 114 രൂപയ്ക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിക്കാൻ പോകുന്നത് 20 3C 2600 mAh 18650 ബാറ്ററിയും 20 ആംപിയറിൻ്റെ 3S BMS. ഇനി എനിക്ക് കുറച്ച് LEDs വേണം. LEDs എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇതേപോലത്തെ സൈറ്റിലൊക്കെ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യമേ അങ്ങ് ആഡ് ചെയ്ത് കാർട്ടിലങ്ങ് ഇടണം. ചുമ്മാ കാർട്ടിലങ്ങോട്ടങ്ങ് ആഡ് ചെയ്യണം. നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്നതിനെല്ലാം കാർട്ടിലോട്ട് ആഡ് ചെയ്യണം. അതിനുശേഷം കാർട്ടിനകത്ത് കയറി ആവശ്യമില്ലാത്തതിനൊക്കെ ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് കാരണം. ആദ്യമേ കാർട്ടിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതായത് ഒരുപാട് സാധനമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെർച്ച് ചെയ്യാൻ പാടാണ്. അപ്പോൾ നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്നതിനെല്ലാം പിടിച്ച് കാർട്ടിലോട്ടങ്ങ് ആഡ് ചെയ്യണം.
അപ്പോൾ പിന്നെ വരുന്നത് വളരെ കുറഞ്ഞ ഒരു ഫിൽറ്റർ ചെയ്ത ഒരു സാധനമാണ് നമ്മുടെ കയ്യിലിടുന്നത്. അതിനകത്ത് നിന്ന് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ ഓരോ LED കാണുമ്പോൾ തന്നെ ഞാൻ അതിനെ പിടിച്ച് ഇതിനകത്തോട്ട് അങ്ങ് ആഡ് ചെയ്ത് വയ്ക്കും. ഇന്നാളൊരു സമയത്താണെങ്കിൽ ഞാൻ ഒരു 350 സാധനങ്ങളോളം ഈ കാർട്ടിനകത്തോട്ട് അടിച്ച് കയറ്റി. എല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് വിട്ടു. അതിന് ശേഷം പതുക്കെ ഇരുന്ന് ഒരു 3-4 ദിവസം എടുത്തു. പതുക്കെ ഇരുന്ന് ഫിൽറ്റർ ചെയ്ത് വാങ്ങിച്ചത് ആകെ 7-8 സാധനം മാത്രം. കാർട്ടിൽ ആഡ് ചെയ്തതെല്ലാം ഫൈനലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ട പ്രൊസീഡ് ടു ചെക്കൗട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് നേരെ ഈ ഒരു സ്ക്രീനിലാണ് കൊണ്ടുവരുന്നത്. ഈ സ്ക്രീനിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതിനകത്ത് അഡ്രസ്സ് അറിയാൻ പറ്റും. കാരണം മുകളിൽ ഞാൻ ബ്ലർ ചെയ്തിട്ടേക്കുന്നത് അത് എൻ്റെ അഡ്രസ്സാണ്, അതുകൊണ്ടാണ് ബ്ലർ ചെയ്തതൊന്നും തോന്നല്. പിന്നെ നിങ്ങൾക്ക് ഇനി വേറെ ഒരു അഡീഷണൽ അഡ്രസ്സ് ആഡ് ചെയ്യണമെങ്കിൽ യൂസ് എ ഡിഫറൻറ്റ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള അഡ്രസ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാം. വേറെ ആൾക്ക് ഫോർ എക്സാമ്പിൾ എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ആണ് അയച്ചു കൊടുക്കണമെങ്കിൽ അത് യൂസ് എ ഡിഫറൻറ്റ് അഡ്രസ്സ് എന്നാണ്. പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ആഡ് ചെയ്തത്. പിന്നെ ടോട്ടൽ എത്ര 3601.95 റുപ്പീസാണ് ഞാൻ കൊടുക്കേണ്ടത്. പിന്നെ ഷിപ്പിംഗ് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ പേയ്മെൻറ്റ് നമുക്ക് UPI ഉണ്ട്, വിസ ഉണ്ട്, മാസ്റ്റർ കാർഡ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ ടൈപ്പ് ഇതുമുണ്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ. അതിനകത്ത് നമുക്ക് ഏതാണ് ആവശ്യമായിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറിയാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ സാധനം കൊണ്ടുവരുമ്പോൾ മാത്രം ഞാൻ പൈസ കൊടുത്താൽ മതി. ഇനി ഞാൻ നോർമലി UPI പേയ്മെൻറ്റാണ് നടത്തുന്നത്. അപ്പം അത് സെലക്ട് ചെയ്തതിന് ശേഷം പേ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പേ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമുക്ക് ഇതിനകത്തോട്ട് വരും. അതായത് പേയ്മെൻറ്റ് ഗേറ്റ്വേ. ഇത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമുക്ക് ഇഷ്ടമുള്ളത് നെറ്റ് ബാങ്കിങ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഡയറക്റ്റായിട്ട് തന്നെ നെറ്റ് ബാങ്കിങ് ഉണ്ട്. പിന്നെ UPI ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് തരം വേറെ ബാങ്കുകളുണ്ടെങ്കിലുള്ള നെറ്റ് ബാങ്കിങ്ങിനുണ്ട്, SBI അല്ലാത്തത്. പിന്നെ വാലറ്റ് പേയ്മെൻ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പിലുള്ള പേയ്മെൻറ്റും ഇതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൂഫുണ്ട് എങ്ങോട്ടാണ് പോയതെന്നുള്ളത്, അക്കൗണ്ട് എങ്ങോട്ടാണ്. കാരണം അപ്പുറത്തൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ UPI ആണ്. അപ്പം ഞാൻ UPI പേയ്മെൻറ്റാണ്. UPI ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കതാ ഇവിടെ QR കോഡ് കിട്ടി. ഇനി ഞാൻ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഞാൻ പേ ചെയ്യുമ്പോൾ കണ്ട പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഞാനത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ്. കാരണം കുറച്ച് സമയം എടുത്തു. കാരണം വെച്ചാൽ സ്കാൻ ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനത്തെ ഇത്. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ വരുന്നതെന്ന് വെച്ചാൽ ഈ ഡീറ്റെയിലാണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്കിപ്പം മെയിലെടുത്ത് നോക്കിയാൽ മെയിലിലൊരു കൺഫർമേഷൻ വരും. കോഡ്സ് കമ്പോണൻറ്റ് താങ്ക് യു ഫോർ യുവർ പർച്ചേസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഓർഡർ കാണാൻ പറ്റും. എന്തൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്, പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്, ഇപ്പോൾ എങ്ങനത്തെ പേയ്മെൻറ്റാണ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല
വൺസ് ഇത് കഴിഞ്ഞിട്ട് തീർന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ചിലപ്പോൾ അന്ന് വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു ഇത് വരും, മെസ്സേജ് വരും മെയിലായിട്ട് തന്നെ. അതായത് ഈ ഷിപ്മെൻറ്റ് ഓർഡർ എന്ന് പറഞ്ഞ് ഓൺ ദ വേ എന്ന് പറഞ്ഞ്, കാരണം ഷിപ്മെൻറ്റിൻ്റെ ഓർഡറിൻ്റെ ഡീറ്റെയിലും എല്ലാം ആയിട്ട് ഒരു മെയിൽ വരും. ഇതാണ് നമ്മളെ ഡീറ്റെയിൽസ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇത് നമ്മളെ കോട്സ് കമ്പോണൻറ്റ് തന്നെയാണ് നമുക്ക് തരുന്നത്. പ്ലസ് ഇത് ഇതിപ്പം ബ്ലൂ ഡോട്ട് വഴിയാണ് നമുക്ക് പാക്കേജ് സെൻഡ് ചെയ്യണത്. അപ്പോൾ ട്രാക്ക് ബ്ലൂ ഡോട്ട് പാക്കേജ് എന്ന് പറയുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ പാത്ത് അറിയാൻ പറ്റും, എങ്ങനെ എവിടെ വരെ എത്തി. കാരണം ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഓരോ ദിവസത്തെ അപ്ഡേറ്റ് കാണാൻ പറ്റും. പാക്കേജ് എവിടെ എത്തി, എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ്. ഇപ്പം ഞാനിപ്പോൾ 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എല്ലാ ദിവസവും ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ്. കാരണം കണ്ട ഓരോ ഇതായിട്ട് അപ്ഡേറ്റായി ഇന്ന് ഞാൻ എടുത്ത് നോക്കിയപ്പം എന്താണെന്ന് വെച്ചാൽ ഷിപ്മെൻറ്റ് ഔട്ട് ഫോർ ഡെലിവറി, അതായത് ഇന്ന് എനിക്ക് സാധനം കിട്ടും. കാരണം എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇവരുടെ ബ്ലൂ ഡാട്ടിൻ്റെ ട്രിവാൻഡ്രത്തെ ഹബ്ബിൽ അത് എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് എനിക്ക് സാധനം കിട്ടും. അപ്പോൾ ആ സാധനം കിട്ടുന്നതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. സാധനം കിട്ടി പൊട്ടിച്ച് കാണിക്കുന്ന ഡീറ്റെയിൽസ് വരെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് 6-7 ദിവസം എടുത്തു ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടാൻ. എൻ്റെ പാക്കേജ് താഴെ വന്നിട്ടുണ്ട്, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ടേ. ഇതാണ് ഇത്, ചെറിയ ബോക്സാണ്. കാരണം എൻ്റെ കൈയുടെ വെച്ച സ്കെയിൽ ചെയ്ത് നോക്കിയാൽ അറിയാം എൻ്റെ കൈയുടെ വീതി. ചെറിയ ഒരു ബോക്സിലാണ്, നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ബോക്സിലാണ് വന്നേക്കുന്നത്. ചെറുതാണ്, ഇത്രയേ ഉള്ളൂ. അത് കുറച്ച് ബാറ്ററിയും LED മാത്രമേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. പിന്നെ കോട്സ് കമ്പോണൻറ്റ് ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് പൊട്ടിക്കുകയാണ്. നൈഫ് എടുത്തു. ഇവിടെ സെൻറ്ററിൽ ഇത് കോട്സ് കമ്പോണൻ്റ് എന്നൊക്കെ കോട്സ് കമ്പോണൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്, ഇതിൻ്റെ സ്റ്റിക്കറിൽ. സ്റ്റാൻഡേർഡ് സാധനം. ഞാൻ ഇതിന് മുമ്പ് 2-3-4-5 ഓർഡർ ഞാൻ ഇത് കോട്സ് കമ്പോണൻ്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിനെ അഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ ബില്ലുണ്ട്, ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെന്ന് വെച്ചാൽ 5 വാട്ടിൻ്റെ കൂൾ വൈറ്റ് COB LED 10 എണ്ണം, 12 വോൾട്ട് 5 വാട്ടിൻ്റെ. പിന്നെ ഒരു BMS 2 എണ്ണം 20 ആംപിയറിൻ്റെ. പിന്നെ 15 വാട്ടിൻ്റെ LED ചിപ്പ് അത് 5 എണ്ണം. പിന്നെ ലിഥിയം അയോൺ ബാറ്ററി 3C 2600 mAh. അതാണ് ഈ സാധനം. അത് ഏകദേശം 20 എണ്ണം നമ്മൾ ഓർഡർ ചെയ്തു. നമുക്ക് ബാറ്ററി നമുക്ക് അവസാനം എടുക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇത് 20 വാട്ടിൻ്റെ 15 വാട്ടിൻ്റെ COB ചിപ്പാണ്. എനിക്കൊരു അബദ്ധം പറ്റിയോന്ന് എനിക്കൊരു ഡൗട്ടുണ്ടേ. കാരണം എന്ന് വെച്ചാൽ ഇത് 15 വാട്ടിൻ്റെ COB LED അല്ലേ, അവരുടെ സൈറ്റിൽ ഇത് 15 വാട്ടെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വോൾട്ടേജ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാത്രമല്ല കറണ്ട് 300 mAh എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതിനൊന്ന് സൂം ചെയ്ത് കാണിച്ചിട്ട്, വളരെ ചെറുതാണ് ഈ സാധനം, കണ്ടല്ലോ, വിരലിൻ്റെ അത്രയേ ഉള്ളൂ. അപ്പം 15 വാട്ടും 300 mAh നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പവർ P = V × I. അങ്ങനെയാണെങ്കിൽ നമ്മളെ I 300 mAh എന്നുണ്ട്, പവർ 15 വാട്ട് എന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 15/300 mAh എന്ന് വെച്ചാൽ 50 വോൾട്ടാണ് കിട്ടുന്നത്. കാരണം ഇത് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് 5 വാട്ടിൻ്റെ LED ആണ്. മറ്റേത് ആ ചെറുത്. അപ്പം ഇതിൻ്റെ തമ്മിലുള്ള സൈസിൻ്റെ കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ സാധനം അത് 50 വോൾട്ടിലാണോ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാനത് കൺഫേം ചെയ്യാം. പിന്നെ മറ്റേ റൈറ്റ് സൈഡിലുള്ളത് 12 വോൾട്ടാണ്. അത് അവർ സൈറ്റിനകത്ത് പറയുന്നുണ്ട് അത് 12 വോൾട്ടാണെന്ന്. അപ്പം ഏതായാലും എനിക്ക് അബദ്ധം പറ്റി, അത് എൻ്റെ തന്നെ കാരണം ഞാനത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതാണ് BMS 20 ആംപിയറിൻ്റെ BMS ആണ്. 3S 4.2 വോൾട്ട് 8.4 വോൾട്ട് 12.6 വോൾട്ട്. ഇവിടെ എഴുതിയിട്ടുണ്ടാകും ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. 0 വോൾട്ട് ഇവിടെയാണ്, 4.2 വോൾട്ട് 8.4 വോൾട്ട് പിന്നെ 12.6 വോൾട്ട് പിന്നെ പ്ലസ് മൈനസും. ഇത് ഔട്ട്പുട്ടും ഇതെല്ലാം എൻ്റെ ബാലൻസ്ഡ് ചാർജിങ് 3C ഇതിനകത്ത് യൂസ് ചെയ്യാനാണ്. പിന്നെ ബാറ്ററി ഞാൻ പൊട്ടിക്കാണ്. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. അത് ഒരു കംപ്ലീറ്റ് ആയിട്ട് മറ്റേ ഇൻസുലേഷൻ ടേപ്പ് ഇട്ട് ഒട്ടിച്ചു. അത് കാരണം ഇളക്കാനൊരു ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് റാപ്പർ നന്നായിട്ട് വളച്ച്
ഓക്കെ, ഇത് കൊള്ളാവുന്ന ബാറ്ററിയാണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയും വെയിറ്റ് ഉണ്ട്. ഇത് 2600 mAhൻ്റെയാണ് ഈ റൈറ്റ് സൈഡിലുള്ളത്. അതേ സെയിം വെയിറ്റ് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിത് മെഷർ ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2600 mAh ആണെന്നോ 3C ടൈപ്പ് ആണെന്നോ ഒന്നും എഴുതിയിട്ടില്ല. അപ്പം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു 2600 mAhൻ്റെ ബാറ്ററി ആണെന്ന്? ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാമേ. കണ്ട, ഇതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല. നമ്മൾ F8M7 എന്നും പറഞ്ഞ് സെർച്ച് ചെയ്താൽ അത് 2600 mAh ബാറ്ററിയുടെ നമ്പറാണ്, വിത്ത് 1C ആണെന്നാണ് കാണിക്കുന്നത്. 3C എന്ന് പറയുന്നില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇത് 3C റേറ്റിംഗിൽ വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യും. അപ്പം 3C റേറ്റിംഗ് എന്ന് വെച്ചാൽ 2600 mAh ഇൻറ്റു 3 ആംപിയർ ഇതിൽ നിന്ന് വലിക്കും. ആ സമയത്ത് ഈ ബാറ്ററി ഒരിക്കലും ചൂടാവാൻ പാടില്ല. ഇത് നോർമൽ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കണം. പക്ഷേ കൂടെ ഇരുന്ന മറ്റേ ബാറ്ററി ഇല്ലേ, അപ്പോൾ അതാണെങ്കിൽ ചൂടാവും. 1C ബാറ്ററി ആണെങ്കിൽ ആ സമയത്ത് ചൂടാവും. ഈ ബാറ്ററി ചൂടാവാൻ പാടില്ല. ഞാൻ ആ ഒരു ടെസ്റ്റിംഗ് കൂടെ നടത്തും. അതിൻ്റെ റിസൾട്ട് ഞാൻ കമൻ്റായിട്ട് ഇടാമേ. തൽക്കാലം നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കാം, ഇതിൻ്റെ വെയിറ്റ്. നമുക്ക് ഈ ഓരോ ബാറ്ററി, ഈ 2 ബാറ്ററി, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 2 ബാറ്ററിയും നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഈ വെയിങ് സ്കെയിലിന് ബാക്ക് ലൈറ്റ് ഇല്ലാത്ത ടൈപ്പാണ്. അതുകൊണ്ടാണ് ഇത്തിരി പാടാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ വേണ്ടി. ഞാൻ ആ ഒരു ആംഗിളിൽ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഞാനത് ചെയ്യാമേ. ക്യാമറ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിട്ടാണ് ആ ഒരു ആംഗിളിൽ അതിൻ്റെ കാണാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ബാറ്ററി 47 ഗ്രാമായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മറ്റേ ബാറ്ററിയും കൂടെ ചെക്ക് ചെയ്യാം. ഈ ബാറ്ററിയും നിങ്ങൾക്ക് കാണാം ഇത് 47 ഗ്രാം തന്നെയാണ്. അപ്പം ഈ 2 ബാറ്ററിയും എക്സാക്ട്ലി സെയിം ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റിംഗ് എന്താണെന്ന് മാത്രം. തരക്കേടില്ലാത്ത വിധം പാക്കിംഗ് ഒക്കെയാണ്. ഇത് ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ബാറ്ററി വാങ്ങിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ. ഈ ബാറ്ററി എന്തിനാണ് വാങ്ങിച്ചതെന്ന് അറിയാമോ? ഞാനൊരു 50 വാട്ടിൻ്റെ ഒരു ടോർച്ച് ഉണ്ടാക്കുന്നുണ്ട്. 50 അല്ലെങ്കിൽ 100 വാട്ടിൻ്റെ 50 വാട്ടിൻ്റെ LED ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടോർച്ച് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ അതിൽ 50 വാട്ടിൻ്റെ ടോർച്ച് എന്ന് പറയുമ്പം അത് ആ 50 വാട്ടിൻ്റെ LED വർക്ക് ചെയ്യുന്നത് 36 വോൾട്ടിലാണ്. അപ്പം നമുക്ക് 12 വോൾട്ടിനെ ബൂസ്റ്റ് ചെയ്ത് 36 വോൾട്ട് വരെ കൊണ്ടുപോകണം. അപ്പം 12 വോൾട്ടിനെ ബൂസ്റ്റ് ചെയ്ത് 36 വോൾട്ട് ആക്കുമ്പം ഏകദേശം ഒരു 3-4 ആംപിയർ എങ്കിലും എടുക്കും. ഏതിന്? 36 വോൾട്ട് ആക്കാൻ വേണ്ടി. പിന്നെ ഉള്ളത് ലോഡിനകത്ത് ആവശ്യത്തിന് ലോഡ് ഇനിയുണ്ട്. 4-5 ആംപിയറോളം ലോഡ് അവൻ എടുക്കുന്നുണ്ട്. അപ്പം 2-3 ആംപിയറോളം അവനെടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം എല്ലാം കൂടെ ഒരു 7-8 ആംപിയറോളം ലോഡിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ 3C ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇത് മൊത്തം വെച്ച് തന്നെ ഒരു ബാറ്ററി ഉണ്ടാക്കും, ബാറ്ററി പാക്ക്. ഓക്കെ, ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഇപ്പോൾ ഒന്ന് കാണാം. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാൻ മടിക്കല്ലേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം കേട്ടോ. പക്ഷേ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ ആ കമൻറ്റും കൂടെ ഒന്ന് എഴുതി വെക്കണേ. ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുന്നത്. അപ്പം എന്തോ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് അത് വായിച്ചിട്ട് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഈ കുഴപ്പം റിസോൾവ് ചെയ്തിട്ട് എനിക്ക് വീഡിയോ ഇറക്കാൻ പറ്റുമല്ലോ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.